സൂര്യൻ എന്നാ അസ്തമിക്കാൻ പോകുന്നതെന്നറിയാം? വൈകിട്ട് അസ്തമിക്കാൻ പോകുന്നതല്ല, എന്നേക്കുമായിട്ട് ഈ സൂര്യൻ എന്നാ അസ്തമിക്കാൻ പോകുന്നതെന്നറിയാം? അങ്ങനെ ദിവസം ഉണ്ടെന്നെങ്കിൽ 5 ബില്യൺ വർഷമാണ് ഏകദേശം ഇപ്പോഴത്തെ കണക്കുകൾ പറയപ്പെടുന്നത്. മറ്റുള്ള എല്ലാ ജീവികളെയും മറ്റുള്ള എല്ലാ യന്ത്രങ്ങളെയും പോലെ തന്നെ സൂര്യനും ഒരു എനർജി സോഴ്സ് കാരണമാണ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഹൈഡ്രജനും ഹീലിയം. അപ്പോൾ ഈ ഹൈഡ്രജൻ എല്ലാം കത്തി തീർന്നു കഴിയുമ്പോഴത്തേക്ക് സൂര്യൻ അവസാനിക്കും. സൂര്യൻ്റെ അവസാനം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളുമാണ്, അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഭീകരവുമാണ്. ബ്യൂട്ടിഫുൾ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കത്തി തീർന്നതിന് ശേഷം ഇതൊരു ആദ്യം ഒരു റെഡ് ജയൻ്റായിട്ട് മാറും. ഈ റെഡ് ജയൻ്റായിട്ട് മാറിയതിന് ശേഷം ഇതൊരു വൈറ്റ് ഡ്വാർഫ് ആവും. ഈ വൈറ്റ് ഡ്വാർഫ് ആവുന്ന സമയത്ത് ഔട്ടർ ലെയറിലുള്ള സാധനങ്ങളെല്ലാം പ്ലാനറ്ററി നെബുലകളായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. ഭീകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ കണക്കാക്കുകയാണ്, നമ്മളൊരു 5 ബില്യൺ വർഷങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുക. ആ സമയത്ത് നമ്മൾ ഭൂമിയിൽ നിന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ അല്ലേ നമ്മൾ കാണുന്നത്. അതായത് 1496 ലക്ഷം കിലോമീറ്റർ, അതായത് 147 മില്യൺ കിലോമീറ്റേഴ്സാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത്. 8 മിനിറ്റ് എടുക്കും, 7-7.5 മിനിറ്റോളം എടുക്കും സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പം ചന്ദ്രനെയും സൂര്യനെ കാണുന്ന പോലെ സൂര്യനൊക്കെ ഒരു ചെറിയൊരു ഗോളമായിട്ട് ഇങ്ങനെ കാണാം. പക്ഷേ 5 ബില്യൺ വർഷങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ, നമ്മൾ മേളിൽ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ തിന്നാൻ വരുന്ന സൂര്യനെ നമുക്ക് കാണാൻ കഴിയും. അതായത് മെർക്കുറി, വീനസ്, എർത്ത്, ഈ 3നെയും സൂര്യൻ വിഴുങ്ങിയിരിക്കും ആ സമയം കൊണ്ട്. അത്രത്തോളം സൂര്യൻ ഹ്യൂജായിട്ട് മാറും, റെഡ് ജയൻ്റായിട്ട് മാറും, അതിനുശേഷമാണ് അത് വൈറ്റ് ഡ്വാർഫായിട്ട് മാറുന്നത്. കുറേ നാളുകൾക്ക് ശേഷം അത് വൈറ്റ് ഡ്വാർഫാവും. വൈറ്റ് ഡ്വാർഫ് ആയതിന് ശേഷം അതിൻ്റെ ഔട്ടർ ലെയേഴ്സിലുള്ള എല്ലാം പ്ലാനറ്ററി നെബുലകളായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ, നമുക്കിപ്പോഴും നെബുലകളൊക്കെ ഉണ്ട്, ഹീലിക്സ് നെബുലയും ഒക്കെ നമുക്കിപ്പോഴും ആകാശത്തിലുണ്ട്, നമുക്ക് കാണാൻ കഴിയും എന്ന് പറയുന്ന പോലെ നെബുലകളായിട്ട് മാറും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ കോർ ഇങ്ങനെ വൈറ്റ് ഡ്വാർഫായിട്ട് മാറും. അപ്പോൾ ഈ കോറിലുള്ള UV റേസ് കാരണമാണ് നമുക്ക് ഈ പ്ലാനറ്ററി നെബുല ഇങ്ങനെ കത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരു 20,000 വർഷങ്ങൾക്ക് ശേഷം പ്ലാനറ്ററി നെബുലയെല്ലാം ഫെയ്ഡായി പോയിട്ട് ഐസൊലേറ്റഡ് വൈറ്റ് ഡ്വാർഫായിട്ട് സൂര്യൻ മാറും. അതിനും ശേഷം ഇതൊരു ബ്ലാക്ക് ഡ്വാർഫ് ആവും. ബ്ലാക്ക് ഡ്വാർഫ് എന്ന് പറയുന്നത് ഒരു അനദർ കൺസെപ്റ്റാണ്. അത് ഇന്നുവരെ പ്രപഞ്ചത്തിലൊരു ബ്ലാക്ക് ഡ്വാർഫിനെ കണ്ടെത്തില്ല. കാരണം അത് ടെക്സ് ലോട്ട് ഓഫ് ടൈം ഫോർ എ ബ്ലാക്ക് ഡ്വാർഫ് ടു ഒറിജിനേറ്റ്, ടു ഫോം. സോ എനിവേ, അങ്ങനെയായിരിക്കും സൂര്യൻ്റെ അസ്തമനം.